ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടും ആരെങ്കിലും നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഗ്രേവി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. അത്രയും തന്നെ വിനാഗിരി ചേർക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചുകൊണ്ട് നമുക്ക് അരമണിക്കൂറെങ്കിലും കുറഞ്ഞതും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഓരോ പീസസ് ചിക്കനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അത് ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് ഈ ഓയിലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ആ പാനിൽ വെച്ച് ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്ര ഓയിലുള്ളൂ കേട്ടോ ഇനി പാനിൽ ബാക്കിയുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ വഴറ്റുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് വഴറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിനെ. പിന്നെ ഞാൻ അതിന് ശേഷം ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സവാള വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓറഞ്ച് കളറിലുള്ള ക്യാപ്സിക്കാണ് കേട്ടോ. ഏത് കളറിലുള്ളതായാലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ടൊമാറ്റോ സോസാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ആ ചിക്കൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തും ഒരു സോസൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും കൂടി അരിഞ്ഞിട്ട് കൊടുക്കണം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മളെ ചിക്കൻ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ചെറിയൊരു മധുരവും അത്യാവശ്യം എരിവും കാര്യമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.